പിന്നീട് അവൻ ബെത്സയിദയിൽ എത്തി. കുറെ പേർ ഒരു അന്ധനെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെ പോലിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈവച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് കാണുന്നത്. ഇത് എന്താണെന്ന് അല്പസമയം നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള മഹത്തായ ദാനങ്ങളിൽ ഒന്നല്ലേ കാഴ്ചശക്തി? എന്നാൽ കാഴ്ചയുണ്ടായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ കാണാൻ സാധിക്കാത്തവർ നമ്മുടെ സമൂഹങ്ങളിൽ നിരവധിയുണ്ട്. നന്മയായത് കാണുവാനും അതുവഴി ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം സ്മരിക്കുവാനുമാണ് ദൈവം നമുക്ക് കാഴ്ച നൽകിയിരിക്കുന്നത്. അതിനായി അനുദിന ജീവിതത്തിലെ സാധാരണ പ്രവൃത്തികൾ ദൈവത്തെ ദർശിക്കുവാൻ നമുക്കാവണം. നമ്മുടെ ചുറ്റുമുള്ളവരിൽ ദൈവത്തിന്റെ മകനെയും മകളെയും കാണാൻ കഴിയണം. നമുക്കുള്ളവയിൽ ദൈവത്തിന്റെ കരവിരുത് ആസ്വദിക്കുവാൻ കഴിയണം. അതിന് കഴിയാത്തവരെ കുറിച്ചാണ് കണ്ടിട്ടും കാണാത്തവർ എന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു പറയുന്നത്. ശാരീരികമായ അന്ധതയേക്കാൾ 10 മടങ്ങ് അപകടകാരിയാണ് ആത്മീയ അന്ധത. ഒന്ന് ക്ഷണികമായ സന്തോഷം പ്രദാനം ചെയ്യുന്ന ലോകത്തിന്റെ വർണ്ണങ്ങളുടെ അഭാവമാണെങ്കിൽ, മറ്റത് ആത്മാവിന് നിത്യാനന്ദം നൽകുന്ന ദൈവത്തിന്റെ തിരുമുഖം നമ്മിൽ നിന്ന് മറയ്ക്കുന്നു. അന്ധനായ ഒരു വ്യക്തിയെയും കൊണ്ട് യേശുവിനടുത്തെത്തിയ കുറെ പേരുടെ ആവശ്യം സാധാരണമായ ഒന്നായിരുന്നു. അയാളെ സ്പർശിക്കണമെന്നാണ് അവർ യേശുവിനോട് അപേക്ഷിക്കുന്നത്. സാധാരണ അവസരങ്ങളിൽ ഉടനടി സൗഖ്യം നൽകുന്ന യേശു അയാളോട് ഇടപഴകുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്. കാഴ്ച തിരിച്ചു ലഭിച്ച ശേഷം ആ മനുഷ്യനോട് ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന യേശു നിർദ്ദേശം നൽകുന്നുണ്ട്. ഇപ്രകാരം ഉപേക്ഷിച്ച സാഹചര്യങ്ങളിലേക്ക് പിന്നീട് ഒരിക്കലും തിരികെ പോകാതെ ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇവിടെ കാണുന്നത്. പാപം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, നമ്മെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളെല്ലാം പരിപൂർണമായി ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ ക്രമേണ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വീണ്ടും പാപത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. രണ്ടാമതായി യേശു സുഖപ്പെടുത്തുന്ന മേഖല കാഴ്ച തിരിച്ചു ലഭിച്ച ശേഷം അയാൾ കാണുന്ന മനുഷ്യരെല്ലാം മരങ്ങളെ പോലെ ഇരിക്കുന്ന അവസ്ഥയിലാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി മറ്റുള്ളവരെ മരങ്ങളായി കാണുന്നത്? ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ഏറ്റവും പ്രയോജനമുള്ള വസ്തുക്കളിൽ ഒന്നാണ് മരങ്ങളല്ലേ? ശുദ്ധമായ വായു മുതൽ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വരെ മരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇതൊക്കെ തന്നെയാണ് മനുഷ്യർ മരങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് യേശു അയാൾക്ക് നൽകി. കേവലം ഒരു ശാരീരിക സൗഖ്യമല്ല അയാൾക്ക് വേണ്ടിയിരുന്നത് എന്നുള്ള അറിവാണ് ആ അന്ധനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നതും സ്പർശിക്കണമെന്ന് അപേക്ഷിച്ചതും. ദൈവത്തിന്റെ സൗഖ്യസ്പർശനം അവിടുത്തെ കൃപകളായി പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുമ്പോഴാണ് നമ്മിലെ ആത്മീയ അന്ധകാരം അകലുന്നതും മറ്റുള്ളവരെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നതും. മനസ്സിന്റെ അന്ധത അകറ്റി ദൈവത്തെയും മനുഷ്യരെയും കണ്ടെത്തി അവരെ സ്നേഹിക്കുന്നവരാകുന്ന ദൈവാത്മാവിന്റെ ദാനങ്ങൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എനിക്ക് ചുറ്റുമുള്ളവരിൽ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കുവാനും സേവനം ചെയ്യുവാനും എന്റെ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ. പാപാന്ധകാരത്തിൽ കാലുകൾ ഇടറാതിരിക്കുവാൻ ഇരുളടഞ്ഞ എന്റെ വഴികളെ അങ്ങയുടെ സത്യത്തിന്റെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ സൗഖ്യസ്പർശനം എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ അഹങ്കാരവും സ്വാർത്ഥതയും അകറ്റി എളിമയും ഔദാര്യവും
എന്നിൽ നിറയ്ക്കണമേ. ആമേൻ.